കർണാടക ധർമ്മസ്ഥലയിൽ വനത്തിൽ അസ്ഥികൾ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന. ഈ ഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തിയിരുന്നില്ല. ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുന്നത് കണ്ടുവെന്ന് പ്രദേശവാസികൾ വെളിപ്പെടുത്തി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുന്നു കണ്ട പ്രദേശവാസികൾ കൂടി ഉണ്ട്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇനി പരിശോധന നീങ്ങുക? വിവരങ്ങൾ എന്താണ്? പരിശോധന എവിടം വരെയായി? വൃന്ദ, ഇന്ന് 13ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പരിശോധനയ്ക്കായി തീരുമാനിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം വനത്തിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. 12 മണിയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയെ വനത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഇനിയും ഇതുവരെയും ഈ ഉദ്യോഗസ്ഥ സംഘം ഇതുവരെയും വനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. വിശദാംശങ്ങളും ഇതുവരെയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഇവിടെ നിന്ന് ഒരു പൂർണ്ണ അസ്ഥിയും ഒന്നിലധികം ആളുകളുടെ അസ്ഥി ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്ന പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ട് അല്പസമയം മുമ്പ് ലഭിച്ചിട്ടുണ്ട്. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. ഇതിലൂടെ മരണപ്പെട്ട ആളുടെ മായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മരിച്ച ആളുടെ പ്രായം, ലിംഗം, മരണകാരണം എന്നിവ കണ്ടെത്താൻ സാധിക്കും ഈ വിദഗ്ധ പരിശോധനയുടെ. അതിന്റെ വിവരങ്ങൾ കൂടി അല്പ ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് 13ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന തീരുമാനിച്ചത്. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പോലെ അപ്രതീക്ഷിതമായി SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളിയെ മറ്റൊരിടത്തേക്ക് വനത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബംഗ്ലാക്കുന്നിൽ, അതായത് സ്നാനഘട്ടയ്ക്കും ദേശീയപാതയ്ക്കും ഇടയിലുള്ള ബംഗ്ലാക്കുന്ന് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന തെരച്ചിലും കാര്യമായി പുരോഗമിക്കുന്നത്. എന്തായാലും 13ാമത്തെ പോയിന്റിൽ നാളെ മാത്രമേ ഈ പരിശോധന ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 14, 15 സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ആ പറമ്പിൽ കുഴിച്ച് പരിശോധിക്കുന്നതിന് കോടതി അനുമതിയെല്ലാം നൽകിയിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ മണ്ണ് നീക്കി പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിക്കുന്ന എല്ലായിടങ്ങളും പരിശോധിക്കുമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ പ്രവർത്തികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനോടകം ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മംഗലാപുരത്തും ബെൽത്തങ്ങാടിയിലും ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലുമാണ് ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അസ്വാഭാവിക മരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേസുകൾ ലഭിച്ചിട്ടുള്ളത്. ഈ കേസുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ അടക്കം വിപുലീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കർണാടക സർക്കാർ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഒരു വാർത്താ മാധ്യമങ്ങളെ DGP കാണുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. കാരണം പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം എന്നാണ് ആദ്യഘട്ടത്തിൽ DGP സൂചിപ്പിച്ചത്. ആദ്യഘട്ടത്തിലെ മണ്ണ് നീക്കിയുള്ള പരിശോധന പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളടക്കം മാധ്യമങ്ങളെ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാം പ്രതീക്ഷിച്ചതുപോലെ നിരവധി മൃതദേഹാവശിഷ്ടങ്ങളും നിരവധി അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അനൌദ്യോഗികമായി പലപ്പോഴും സ്ഥിരീകരിച്ചാണ്. ഇത് ഔദ്യോഗികമായി SIT സംഘം തന്നെ സ്ഥിരീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3ാമത്തെ പോയിന്റിൽ നിന്നടക്കം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ 3ാമത്തെ പോയിന്റിൽ നിന്നടക്കം നിരവധി അസ്ഥികളും തലയോട്ടികളും ലഭിച്ചിട്ടുണ്ട്. അത് ക്യാമറ കണ്ണിൽ പെടാതിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരാതിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരണമെങ്കിൽ അത് SIT ഉദ്യോഗസ്ഥർ തന്നെ പറയണം, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയണം. അക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പരാതികളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെയും ഇരയാക്കപ്പെട്ടവരുടെയും കുടുംബങ്ങളാണ് ഇത്തരത്തിൽ നേരിട്ടെത്തി പരാതി നൽകുന്ന സാഹചര്യമുള്ളത്. ഇതിൽ ഏറ്റവും മറ്റൊരു നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത് ശുചീകരണ തൊഴിലാളി വിവിധയിടങ്ങളിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്തത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ദൃക്സാക്ഷികൾ ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറാണ്, അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ SIT സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ 15 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ഈ പ്രദേശത്തെത്തി തിരച്ചിൽ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. ചില പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളും രാത്രിയിലാണ് പല മൃതദേഹങ്ങളും കുഴിച്ചു മൂടിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭാഗങ്ങളിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി
ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സിസ്റ്റം ഉപയോഗിക്കാനുള്ള തീരുമാനവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെയോടുകൂടി ഒരു വ്യക്തത കൈവരും. 13ാമത്തെ സ്പോട്ടിൽ നാളെയായിരിക്കും പരിശോധന. ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഈ ബംഗ്ലാക്കുന്ന് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. രാവിലെ 12 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലേക്ക് പോയതാണ്. ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് ഒരു പൂർണ്ണ അസ്ഥികൂടവും 60 അസ്ഥി കഷ്ണങ്ങളും 2 തലയോട്ടികളും ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഭാഗത്തു നിന്ന് കൂടുതൽ തെരച്ചിൽ നടത്തിയപ്പോൾ സ്ത്രീയുടെ സാരി അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്ത് കൂടുതലായി പരിശോധിച്ചു കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ പരിശോധന ഈ ബംഗ്ലാക്കുന്ന് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്താത്ത പോയിന്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ സർപ്രൈസ് സ്പോട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്പോട്ട് ഇപ്പോൾ SIT സംഘം ഔദ്യോഗിക രേഖകളിൽ 11A എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 11A കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.